അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ആക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വെൽക്കം. ദിസ് ഈസ് ഡേ 25. നേരെ നമ്മൾ എണീച്ചു, ഫുഡ് കഴിച്ചു, പിന്നെ നമ്മൾ നേരെ കിടന്നു. പിന്നെ ചെക്കനെ രാവിലെ നമ്മൾ പിക്ക് ചെയ്യാൻ പോയിട്ടോ. ഓന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ പോയി. നാട്ടിലെത്തി ചെക്കൻ നോമ്പില്ല. നമ്മൾ പിന്നെ നേരെ ഷോപ്പ് കട ഇറങ്ങിട്ടോ. ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പിലെത്തിയപ്പോ ഇവർ രണ്ടാളും സംസാരിച്ച് മടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവന്റെ മടക്കൽ എത്ര പെർഫെക്റ്റ് ആണല്ലേ. ചെക്കാണല്ലേ നോമ്പില്ലാണ്ട് നടന്നു തന്നെ വെള്ളം എടുത്തിട്ട് കാണുമ്പോൾ സങ്കടമാണ്. കാരണം വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, നോമ്പല്ലേ. വേറൊന്നും നമ്മള് മുമ്പ് വെച്ചിട്ട് തന്നെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. എന്താ അവസ്ഥ. നമ്മള് പള്ളിയിൽ പോയി അസർ കഴിക്കാൻ, പക്ഷെ നമ്മള് ലേറ്റ് ആയി കേട്ടോ. നമ്മളിന്ന് നോമ്പ് എടുക്കണത് ഷോപ്പിൽ നിന്നാണ്. അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങി നേരെ നമ്മൾ ഷോപ്പിൽ പോയി. ഷോപ്പിൽ നിന്ന് നോമ്പെടുക്കാണ്. ഇനി ഉണ്ട് കേട്ടോ, ബിരിയാണി ഒക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ തന്നെ രസമാണ് ഈ ഷോപ്പ്. നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മളങ്ങനെ ബിരിയാണി ഒക്കെ ഒന്ന് വിളമ്പാൻ തുടങ്ങിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി നേരത്തെ ആകർഷന് വേണ്ടി ഇറച്ചി, ബീഫ് ആകർഷന് വേണ്ടി പീസ് കൊടുത്ത് നമ്മൾ സമാധാനിക്കുന്നു. ഷോപ്പിൽ അങ്ങനെ കസ്റ്റമേഴ്സ് ഇല്ലാന്ന് കണ്ടപ്പോ ഞാൻ വെറുതെ ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെക്കൻ്റെ ഷോപ്പിൽ പോയി. ഓനും നമ്മളെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ്. ഓൻ്റെ അടുത്ത് പോയി കുറച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ നേരെ വീട്ടിൽ ഇറങ്ങി. വീട്ടിലെത്തി ഫുഡ് കഴിച്ചു, പിന്നെ കിടന്നു.